വന്നു ഹീറോ വന്നു. നമ്മൾ കേറി അച്ഛൻ്റെ അടുത്തേക്ക് നോക്കി അങ്ങോട്ട് എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ എന്നാന്നറിയോ? അച്ഛൻ പറഞ്ഞു തന്നതാണ് അഭിനയിക്കുന്ന രീതിയും വിനീതിന്റെ അടുത്ത് ഡയറക്റ്റ് ചെയ്യണം. അത് അതേപടി നിങ്ങൾ അനുസരിച്ചു എന്നാണ് അച്ഛൻ പറഞ്ഞത്. എല്ലാം പറഞ്ഞു തന്നാണ് എപ്പോഴാ പറഞ്ഞതെന്ന് പറയണം. എപ്പോഴാ പറഞ്ഞതെന്ന് എപ്പോഴാ പറഞ്ഞ അവിടുത്തെ ഉറക്കമായിരുന്നോ? ഉറക്കിയപ്പോഴാ പറഞ്ഞു. എങ്കിലും ജാനേട്ടന്റെ സിനിമ കണ്ടിട്ട് ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടായ രീതിയിൽ തന്നെയാണ് അച്ഛനും അമ്മയും ഇവിടെ ഇരിക്കുന്നത്. അത് പറഞ്ഞു ലാലേട്ടനെ കണ്ട അവിടെ വെച്ചാന്നൊക്കെ പറഞ്ഞു. പിന്നെ 10 വർഷം മുമ്പ് ചീത്ത പറഞ്ഞ് വിട്ടുകൊണ്ട് നന്നായിന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു വാശിയായിട്ട് എടുത്തു. വാശിയായിട്ട് എടുത്താണോ? ഈ ഒരു രാത്രിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എന്തായാലും ഭയങ്കര മുഹൂർത്തമല്ലേ? തീർച്ചയായിട്ടും ഞാനും വലിയ മുഹൂർത്തത്തിന്റെ സമയമാണ്. അച്ഛനും അമ്മയും വന്ന് സിനിമ കാണുന്നു. അതിന് ഞാനിവിടെ എത്തുമ്പോൾ അച്ഛൻ ആ സിനിമയെ കുറിച്ച് പറയുന്നു. ഞാൻ്റെ ഏറ്റവും ഒരു സ്വപ്നം പോലെയാണ് ഇത്, അല്ലേ? ഞാൻ ചേട്ടാ സ്ക്രിപ്റ്റ് വെച്ചാൽ തരാന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് തരാമെന്ന് പറഞ്ഞു. പ്രണവും ധ്യാനൂട്ടനെ എനിക്ക് ഭയങ്കര ഒരുമിച്ചായിട്ട് ഭയങ്കര സന്തോഷത്തേക്ക് കണ്ടിട്ട്. വല്ല മനസ്സിലായോ? പുള്ളി പോയിരുന്നു PVR-ലെ മറ്റേ സമരം കഴിഞ്ഞിട്ട് പോയിരുന്നു. ഈ ഒരു രാത്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണല്ലോ. അതെ തിരക്ക് ശേഷം 2 പേരും കൂടെ വീണ്ടും ഒന്നിച്ചൊരു സിനിമ. അതിന്റെ ഒരു പ്രൗഡ് മൊമെന്റ് എന്താ? പുറത്തുനിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് കൂടി ഉണ്ടാവും. അല്ല, ഞാൻ ഇന്ന് കണ്ടപ്പോഴേ പലരും നമ്മുടെ ഈ ഇന്റർവ്യൂ പരിപാടികളൊക്കെ കാണുന്ന പലരും അവരൊക്കെ ശരിക്കും ആഗ്രഹിച്ചു കണ്ടിരുന്നു ഞാൻ എന്റെ ഒരു നല്ല സിനിമ വരണമെന്നും അപ്പം ആ കുട്ടി ഒന്ന് സന്തോഷിച്ചോട്ടെ എന്നൊക്കെ. എന്റെ കഴിഞ്ഞ ദിവസത്തെ പലരും പറയുന്നത്, ഇന്റർവ്യൂ കണ്ട ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ പറയുന്നത് അവൻ എങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിച്ച് കണ്ടാ മതിയെന്ന്. ഇനിയെങ്കിലും നല്ല പടം ചെയ്യും, നന്നായിക്കൂടെ, അങ്ങനെയൊക്കെയാണ്. ഇനി ധ്യാൻ ഇപ്പൊ ചെയ്ത പടം കണ്ടല്ലോ ശ്രീചേട്ടാ. ഇനി ധ്യാൻ ചെയ്യാൻ ഭാവിയുണ്ടോ? ഇനി ഭാവിയുണ്ടോ? ഇനി നല്ല സിനിമയുള്ള ഭാവിയുണ്ടോ? എത്ര കാലം ഇങ്ങനെ പറയും? കേട്ടല്ലേ? കാര്യമൊക്കെ കേൾക്കുമല്ലോ. എന്തായാലും അമ്മയൊന്നും പറഞ്ഞില്ല. പടം നല്ലതാന്ന് പറഞ്ഞു. വിഷു തൂക്കിന്ന് പറഞ്ഞു. മോനെ വിഷു തൂക്കിന്ന് പറയാം. മോനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന് കരണേന്ദ്ര പോരെ? കരണേന്ദ്ര അത് പറയാനൊന്നുമില്ല. വിഷു നമ്മള് തൂക്കോ? വിഷു നമ്മൾ തൂക്കോ? എന്താ മോനെ? അല്ല, ഈ ധ്യാനൂട്ടാന്ന് മാത്രമല്ലേ വിളിക്കാറുള്ളൂ. പോയാലോ? അവസാനമായിട്ട് കാര്യം ചോദിക്കുന്നു. ചേട്ടന്റെ എല്ലാത്തരം തിരക്കഥകളിലും കൂടുതലായിട്ട് ആക്ഷേപാസ്യമായിട്ടുള്ളൊരു തിരക്കഥകൾ നീളം എടുത്ത് നിൽക്കുന്നൊരു കാര്യമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷത്തിൽ നടന്മാരെ അവര് തന്നെ ട്രോൾ ചെയ്യുന്നത്, അവര് തന്നെ സ്കൂപ്പായിട്ട് ഒരുപാട് ശരികൾ നമ്മൾ കാണുന്നുണ്ടായി. അതൊക്കെ കണ്ടപ്പോ ഉണ്ടായ ഒരു എങ്ങനെയായിരുന്നു? മകന്റെ ഒരു തിരക്കഥയായാലും ഉദയനാണ് താരത്തിന്റെ സമയത്തുള്ളൊരു അല്ലേ? അതെ, അന്ന് ഉദയനാണ് താരം മറ്റേ സെൽഫ് ട്രോൾ ആയിരുന്നല്ലോ, പൊറോട്ട പപ്പടം. ഉണ്ടല്ലോ അത് ഇപ്പോഴത്തെ മറ്റേ സെൽഫ് ട്രോള് പോലെയാ ഇപ്പോഴത്തെ, സ്വയം കളിയാക്കി.
മക്കളുടെ ആശാനാണല്ലോ. എന്താ മകന് കിട്ടൂലേ അല്ലേ? കിട്ടൂലേ? ഇപ്പോഴും കിട്ടിയെന്ന് പറയണില്ല. എടാ നാളെ നമ്മള് അവൻ ഇരിക്കുന്ന അവന്റെ സ്ഥലത്തേക്ക് പോയാൽ അവിടെ ആഘോഷം നടത്താനാണ് തൃശ്ശൂർ രാഗത്തില് നാളെ വരുവാ. അപ്പൊ ഇക്കൊല്ലം നമുക്ക് സാധാരണ ഒരു പടം ഉണ്ടാവും. നാളെ എല്ലാരും വന്നം. നാളെ അവിടെ വെച്ചാണ് വിഷുസദ്യ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ വാ തുറക്കരുത്. ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ സമയം. കാരണം തീർത്ത് അടുത്ത ഷോ കയറാൻ ഷോ കയറിയാലുള്ളവർക്ക് പൈസ കിട്ടുള്ളൂ. അപ്പൊ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. Happy Vishu! Happy Vishu!